നമുക്കിതൊരു ചിക്കൻ മന്തി ഉണ്ടാക്കിയാലോ? ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ഒരു ചിക്കൻ മന്തി ഉണ്ടാക്കണമെന്ന്. ഇന്ന് എന്തായാലും നമുക്കത് ഉണ്ടാക്കി നോക്കാം. അതിനാദ്യം തന്നെ ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്ത് ചിക്കൻ എന്നോട് എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ഉണങ്ങി നാരങ്ങയും ചിക്കൻ ക്യൂബും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത സവാള, നീളത്തിൽ തന്നെ പച്ചമുളകും മല്ലിയിലയും ചേർത്ത് അതിലേക്ക് ഒരു സ്പൂൺ ചെറിയ ജീരകപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ആവശ്യത്തിന് ചേർത്ത് അതിലേക്ക് കുറച്ച് നമുക്ക് മല്ലിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലും ചേർത്ത് മിക്സ് ചെയ്ത് വേവിക്കാനായിട്ട് വെക്കാം. ചിക്കൻ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത ശേഷം വെന്ത ചിക്കൻ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. ചിക്കൻ എടുത്ത ശേഷം ചിക്കൻ വെന്ത പാത്രത്തിലോട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് 2 മണിക്കൂർ കുതിർത്ത് വെച്ച് അരി വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അങ്ങനെ അതൊന്ന് തിളച്ച ശേഷം നമുക്ക് ചെറിയ ഫ്ലെയിമിലാക്കി അതൊന്ന് വേവിക്കാനായിട്ട് അടച്ചു വെക്കാം. അതേസമയം തന്നെ വെന്ത ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഗരം മസാലയും ചേർത്ത് ഓയിൽ ഒഴിക്കാതെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ റൈസ് ഏകദേശം വെന്ത് സെറ്റായിരിക്കുന്നു. അങ്ങനെ വെന്ത റൈസിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കനോടെ വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും 5 മിനിറ്റ് തീ ഓഫ് ആക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ മന്തി റെഡിയായി കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ ചട്നിയും മയോണൈസും ആഡ് ചെയ്ത് കഴിച്ച് നോക്കാം. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. സംഭവം ഞാൻ വിചാരിച്ചതിനേക്കാൾ സൂപ്പർ ടേസ്റ്റ്. സംഭവം ഞാൻ വെറുതെ പറയുന്നില്ല കേട്ടോ, ഒരു മസ്റ്റ് ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയും ബൈ ബൈ, സീ യു.